എൻ്റെ പൊന്ന് പ്രബുദ്ധ കേരളമേ, നാണിച്ച് തല താഴ്ത്ത്. കാരണം എന്താ അറിയുമോ, 16 വയസ്സുള്ള ഒരു കൊച്ചിനെ പ്രേതബാധ കൂടിയെന്നും പറഞ്ഞ് ഓട്ടോ ഓടിച്ച് നടന്ന ബാബുവിൻ്റെ അടുത്ത് കൊണ്ട് പ്രേതബാധ മാറ്റാൻ വേണ്ടി കൊണ്ടുപോയ കേരളമേ നമിച്ച്. എടാ, ഇത്രയും ടെക്നോളജി, ഇത്രയും ശാസ്ത്രവും വളർന്ന ഈ കാലഘട്ടത്തിലും പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇതുപോലുള്ള അവനെ കണ്ടറിയാം പൈങ്കിളിയാണെന്ന്. എടാ, പുള്ളിയുടെ റീൽസ് കണ്ടാൽ പിന്നെ നമ്മൾ എന്ത് പറയാനാണ്. എടാ, റീൽസ് കണ്ടാൽ പോരെ, റീൽസ് കണ്ടാൽ അറിയാമല്ലോ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞ ഒരു പൈങ്കിളിയാണെന്ന്. ഓട്ടോ ഓടിച്ചു കിടന്ന രാജൻ ബാബു എന്നാടാ സന്യാസിയായത്? എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? 16 വയസ്സുള്ള ഒരു കൊച്ചിനെ മുറി അടച്ചിട്ട് 1 മണിക്കൂറോളം മുറി അടച്ചിട്ട് അതിനെ ക്രൂര പീഡനം. അത് പീഡിപ്പിച്ചെന്ന് പറയുന്നില്ല, അത് ഇറങ്ങി ഓടി, ഓക്കെ, അതുകൊണ്ട് രക്ഷപ്പെട്ട്. അവൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? പീഡനമായിരുന്നു, പീഡിപ്പിക്കുക എന്നുള്ളതായിരുന്നു. എന്താണ് മനുഷ്യൻ ഇങ്ങനെ ആകുന്നത്? ഇങ്ങനെ ആയിപ്പോണതിൻ്റെ കാര്യം എന്താണ്? സ്വന്തം കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് വല്ലവൻ്റെയും കയ്യിലോട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ഈ കുറേയൊക്കെ നമ്മുടെ സമൂഹത്തിന് ഇതിന് ഉത്തരവാദിത്തമുണ്ട്. ഈ രാജൻ ബാബുവിനെ പോലത്തെ ഒരു സന്യാസി, ഇയാളെപ്പോഴാ മറ്റേ സുരേഷ് ഗോപി ഒരു പടത്തിൽ പറയുന്നുണ്ട്, സന്യാസിക്ക് ഒരു തെമ്മാടിയാകാം, പക്ഷെ തെമ്മാടിക്ക് ഒരിക്കലും ഒരു സന്യാസിയാകാൻ പറ്റില്ല. സത്യം തന്നെയാണത്. ഏതെങ്കിലും ഒരുത്തിന് എവിടെയെങ്കിലും ഒരു രോഗശാന്തി നടത്തണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ രോഗശാന്തി ഉടനെ ആരെങ്കിലും പൊക്കി പിടിച്ചോണ്ട് അവിടെ ചെല്ലും. പിന്നെ അവനാണ് രോഗശാന്തി കൊടുക്കുന്നത്. പിന്നെ അവൻ അങ്ങ് സന്യാസിയായി, ഇല്ലെങ്കിൽ മറ്റേ വലിയൊരു ശുശ്രൂഷകനായി, ദൈവത്തിൻ്റെ കുഞ്ഞാടായി. പിന്നെ അവൻ പറയുന്നതാണ് കാര്യം. അവൻ ഇങ്ങനെ തിന്ന് കൊഴുത്ത് കുറേ കാശും മേടിച്ച് ആളുകളുടെ നിന്ന് കുറേ പൈസയൊക്കെ മേടിച്ച് അവന് സമൂഹത്തിൽ ഭയങ്കര വിലയായി. പിന്നെ അങ്ങോട്ട് ഒടുക്കത്തെ രോഗശാന്തി ശുശ്രൂഷയും, പിന്നെ അവൻ ഈ ബാധ ഒഴിപ്പിക്കുന്നു, പ്രേതബാധ ഒഴിപ്പിക്കുന്നു. അവസാനം സംഭവിക്കുന്നത് എന്താണ്? അവൻ്റെ തനി കുണം പുറത്ത് വരുമ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ച് കൂട്ടുമ്പോൾ ലാസ്റ്റ് അവനെ പിടിച്ച് അകത്തിടുമ്പോൾ പിന്നെ എല്ലാവരും കൂടെ സോഷ്യൽ മീഡിയയിലൂടെ കുറേ കമൻ്റാണ്, അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അതിന് ആവശ്യമില്ലായിരുന്നു. എന്തിനാണ് പോണത്? ശാസ്ത്രം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾക്ക് ഇപ്പോൾ കുറേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ അറിവും പിന്നെ വെളിവും ഇല്ലായിരുന്നു പറയാം തലയ്ക്ക്, അല്ലേ? ഇപ്പം കയ്യിൽ ഈ സാധനം, ഇവിടെ പൈസ കൊടുത്ത് ഈ സാധനം മേടിച്ച്, ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള ഈ സാധനം മേടിച്ച് കൈ വെച്ച് വെച്ചും കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾക്ക് ഇപ്പോൾ ആരുടെയും പുറകെ നടക്കണ്ട. എന്ത് കാര്യങ്ങളും നമുക്ക് ഈ ഫോണിലൂടെ അറിയാം. ഇത്രയും ടെക്നോളജി വളർന്നിട്ടും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, പിന്നെ സന്ദർഭം, അവസരങ്ങളുണ്ടായിട്ടും നമ്മൾ പിന്നെയും ഇതുപോലെ നടക്കുന്നവന്മാരുടെ പുറകെ എന്തിനു പോകണം? ആ 16 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ പ്രേതബാധ ഒഴിപ്പിക്കാനായിട്ട് ഈ രാജൻ ബാബു എന്ന് പറയുന്ന സന്യാസി, അയ്യോ അവൻ്റെ റീൽസ് കണ്ടിട്ടാണെങ്കിൽ ഞാൻ ചിരിച്ച് അത് കണ്ടാൽ തന്നെ അറിയാം അയാൾ ശരിക്കും പറഞ്ഞാൽ പക്ക തട്ടിപ്പുകാരനാണ്. കാരണം ഒരു തട്ടിപ്പുകാരൻ്റെ എല്ലാ ലക്ഷണവും പുള്ളിക്കുണ്ട്. പുള്ളിയുടെ റീൽസ് നോക്കിയാൽ പുള്ളി സുഖിച്ച് 10 പൈസക്ക് പണിയെടുക്കുന്ന ശരീരമാണെന്ന് കണ്ടിട്ടുണ്ടോ? അയാൾ കണ്ടറിയുവാ, കണ്ടാ തോന്നുവാ 10 പൈസക്ക് പണിയെടുക്കുന്ന ശരീരമാണ്. പണ്ടെങ്ങാണ്ട് ഓട്ടോ ഓടിച്ച് നടന്ന രാജൻ ബാബു പിന്നെ ഒരു സുപ്രഭാതത്തിൽ സന്യാസിയാണെന്ന് കൂടി, ഇത് എങ്ങനെയുള്ള സന്യാസിയായത്? ഈ ടെക്നിക്ക് നമുക്കൂടെ ഒന്ന് പറഞ്ഞു തരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടായിരുന്നില്ലേ? അല്ല, ഈ ടെക്നിക്ക് നമ്മൾക്ക് പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഈ ടെക്നിക്ക് കുറച്ച് തൊലിക്കെട്ടി മാത്രം മതി. തൊലിക്കെട്ടിയും ഇതുപോലെ ഒരു പിന്നെ ഉടായിപ്പോൾ ഒരു ധ്യാന കേന്ദ്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള ഒരു ഒരു ആശ്രമമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ